ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോണ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ കംപ്ലൈൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലെ കവറുകൾ പൊട്ടിയിട്ടുണ്ട്. അതായത് ഹാൻഡിൽ കവർ, ഹെഡ്ലൈറ്റ്, വിൻഡ് സ്ക്രീൻ, ഇത്ര ഐറ്റം പൊട്ടിയേക്കണം അതിനകത്ത്. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ടിലത്തെ ബുഷ് ഐറ്റംസ്, അതായത് ഫ്രണ്ട് ജർക്കിങ്, മെയിനായിട്ട് ഈ സാധനമൊക്കെ കംപ്ലൈൻറ്റ് വന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നമ്മൾ ഗട്ടറിൽ ചാടുമ്പോൾ അതിൻ്റെ ഷേക്ക് ഫോർക്ക് വഴി മൊത്തത്തിൽ ഫ്രണ്ട് ഭാഗത്ത് ഫുള്ളായിട്ട് കിട്ടും. ഫൈബർ എന്ന് പറയുമ്പോഴത്തേക്കും ഫൈബർ കവറുകൾ ഈ പഴക്കം വന്നതിനനുസരിച്ച് ഈ വെയിലത്തേക്ക് ഇരുന്നിട്ട് ഹാർഡാവും. അപ്പോൾ ഒരുപാട് ജർക്കിങ് വരുന്ന സമയത്ത് പൊട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതാണ് ശരിക്കും ഫൈബർ ബോഡി പാർട്സുള്ള വണ്ടികളുടെ മെയിനായിട്ട് വന്ന പ്രോബ്ലംസ്. അപ്പോൾ മാക്സിമം റോട്ടിലെ ജർക്കിങ് വണ്ടിമേക്ക് കിട്ടാത്ത രീതിയിൽ നോക്കണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബുഷുകളൊക്കെ പോയി കിടക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ബുഷ് ഫുള്ള് പോയിട്ടുണ്ട്. ഈ രണ്ട് ഷോക്കിൻ്റെ ബുഷായാലും ലിങ്കിൻ്റെ ബുഷൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ്. അത് ഇത്രയും ഷേക്കാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുക, രണ്ട് സൈഡ് കേട്ടോ. അതേപോലെ അതിൻ്റെ ഉള്ളിൽ വന്നതെങ്കിൽ കോപ്പറിൻ്റെ ബുഷാണ് ശരിക്കും വരാം, പിക്ചർ ബുഷാണ് വരാം അതിൻ്റെ ഉള്ളിൽ. അതേപോലെ തന്നെ മെറ്റലും കൂടിയിട്ടുള്ള ബുഷുകളാണ് വരാം. ഏകദേശം ഒരു 500-550 രൂപ കോസ്റ്റ് തന്നെയാണ് ഈ ഇതിൻ്റെ ഒരു ബുഷ് സെറ്റ് വരുന്നത്. രണ്ട് ലിങ്കിൻ്റെയും ബുഷുകൾ വരുന്നത്. ഗ്രീൻ ബുഷ് ഒരു 100-103 രൂപ എടുത്താണ്ട് അതിനും വരും. പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും പോയി കിടക്കുക. അപ്പോൾ അത്രയും ഭാഗം കറക്റ്റ് ആക്കണം, എന്നിട്ട് വേണം നമ്മൾ ഈ വൈസർ ആണുങ്ങളൊക്കെ വെക്കാനായിട്ട്. അതല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുതിയ ഐറ്റംസ് വയ്ക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് പ്രോബ്ലം വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് വന്നില്ലെങ്കിലും കുറേ കഴിയുമ്പോൾ അത് വീണ്ടും ഇതേപോലെ തന്നെ പൊട്ടൽ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. റോട്ടിലെ ആ ഗട്ടറിൻ്റെ ഷേക്ക് കാര്യങ്ങളൊക്കെ പരമാവധി വണ്ടിക്ക് കിട്ടാതിരിക്കാനായിട്ട് നോക്കുക. അതിന് നമ്മൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഷോക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ അത് കൂടാണ്ട് നമുക്കതിൻ്റെ പൊല്യൂഷൻ എടുക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്ക് വീല് ഒരേണ കേസ് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് സെറ്റിങ് പറഞ്ഞിട്ടുണ്ട്. ബാക്ക് വീല് ഒരേണ കേസ് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പുറത്തൊക്കെ വേറെ ഒരു കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ അതിനകത്ത്. നമ്മൾ നോക്കിയിരുന്നു. പിന്നെ ഈ റബ്ബറിൻ്റെ ഈ മാറ്റൊക്കെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യേണ്ടതെന്നല്ലാണ്ട് ബാക്കിൽ വേറെ അങ്ങനെ പ്രോബ്ലം തോന്നണമൊന്നുമില്ല. പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പം നിലവിൽ നമുക്കിപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് പറയാം. ഫ്രണ്ടിലത്തെ ഈ ഹെഡ്ലൈറ്റ് അസംബ്ലി, വിൻഡ് സ്ക്രീന്, ഈ ഫ്രണ്ട് കവർ, അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഗ്രീൻ ബുഷ് വന്നത്, ലിങ്കിൻ്റെ ബുഷ്, ഇത്ര ഐറ്റംസാണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ്. പിന്നെ കൂട്ടത്തിക്കടെ വീൽ ബെയറിങ്, ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ശരിക്കും ഈ ബുഷിൻ്റെ ഭാഗങ്ങൾ ഈ പറഞ്ഞ രീതിക്കുള്ള ഫ്രണ്ട് ചെക്കപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ മാറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ വൈസർ സാധനങ്ങൾ മാറ്റിയാൽ പറഞ്ഞേക്കണ ദിവസം മാത്രം നമുക്ക് ചെയ്യാം. പക്ഷേ കണ്ടിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഒരു റീസൺ. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.